അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഒരു 10 സൂറത്തുകൾ പരിചയപ്പെട്ടാലോ? സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത സൂറത്തുകളൊന്നും അല്ല കേട്ടോ, നമുക്ക് പരിചയമുള്ള സൂറത്തുകൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് മേ ബി അറിയണ്ടാവില്ല, ഈ സൂറത്തിന് ഈ പറയുന്ന ഫലങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് അറിയണ്ടാവില്ല. എന്താണെങ്കിലും അറിയുന്നവരുണ്ടാകും, തീരെ ഉണ്ടാകില്ല എന്നല്ല. എന്താണെങ്കിലും ഈ ഫലങ്ങളൊന്ന് കേട്ടോക്കും, അത്രത്തോളം എഫക്റ്റീവാണ്, അത്രത്തോളം ഇംപ്രസീവായിട്ടുള്ള ഫലങ്ങളാണ് നമുക്കറിയുന്ന ഈ സാധാ നമ്മുടെ മൈൻഡിലുള്ള ഈ സൂറത്തുകൾക്കൊക്കെ ഉള്ളത്. സൂറത്തുകൾ നമ്മുടെ മൈൻഡിൽ സാധാരണ പോലെയാണെങ്കിലും ഇതിൻ്റെ ഫലങ്ങൾ വേറെ ലെവലാണ്. എന്താണെങ്കിലും പടച്ച റബ്ബ് ഈ അറിവുകളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ ഈ സൂറത്തുകൾ പതിവാക്കാൻ, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 10 തടയും. അഥവാ 10 സൂറത്തുകൾ 10 കാര്യങ്ങളെ തടയും. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്നിങ്ങനെ എണ്ണി പറയാം. ഒന്നാമത്തത് സൂറത്തുൽ ഫത്ഹ്. ഈ ഫത്ഹിൻ്റെ കൂലി എന്താ അറിയോ? ഇതിൻ്റെ ഫലം എന്താ അറിയോ? പടച്ച റബ്ബിൻ്റെ കോപത്തെ തടുക്കും, പടച്ച റബ്ബിൻ്റെ ഖളബ്, പടച്ചവൻ്റെ ദേഷ്യം അത് തടുക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് നമ്മൾ പതിവാക്കുന്നവരാണെങ്കിൽ ആ കോപത്തെ ഈ സൂറത്ത് തടുക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത് സൂറത്തു യാസീന്. അന്ത്യനാളിലെ ദാഹത്തെ തടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം അന്ത്യനാൾ എന്നുള്ളത് വളരെ ശുഷ്കരമാണല്ലേ, വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതാണല്ലേ. മൂന്നാമത്തത് സൂറത്തു ദുഖാൻ. അന്ത്യനാളിലെ ഭയാനകതയെ തടുക്കും എന്നുള്ളതാണ്. നാലാമത്തെ സൂറത്തുൽ വാഖിയ. നമുക്കുള്ള ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും തടുക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 5-ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, ഖബർ ശിക്ഷയെ തടുക്കും. അതുപോലെ 6-ാമത്തെ സൂറത്തുൽ കൗസർ, എതിരാളിയെ തടുക്കും. 7-ാമത്തെ സൂറത്തുൽ കാഫിറൂന, മരണസമയത്തുള്ള ശൈത്താൻ്റെ പ്രയാസങ്ങൾ, ശൈത്താൻ്റെ ബുദ്ധിമുട്ടുകളിൽ തടുക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ 8-ാമത്തെ സൂറത്തുൽ ഇഖ്ലാസ്, കാപട്യത്തെ തടുക്കും. 9-ാമത്തെ സൂറത്തുൽ ഫലഖ്, അസൂയയെ തടുക്കും. 10-ാമത്തത് സൂറത്തുൻ നാസ്, വസ്വാസിനെ തടുക്കും. ഇതാണ് 10 സൂറത്തുകൾ. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.